ഫസ്റ്റ് പെർഫോമൻസ് TV ടെലികാസ്റ്റ് വന്നു. എനിക്ക് സ്വല്പം ഗമയൊക്കെ ആയി, വാല് കിളുത്ത്. ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് ഒരു മെസ്സേജ് അയച്ചു. എടി, എനിക്ക് എൻ്റെ TV കണ്ടിട്ട് എന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വലിയ മുഖവും ചെറിയ കണ്ണും ഊളച്ചിരി. അപ്പം ഇവളങ്ങനല്ല, എടി നീ സുന്ദരിയാന്നൊക്കെ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവളെനിക്ക് റിപ്ലൈ ഇട്ടു, ശരിയാടി, ചിലരങ്ങനെ TV കൊള്ളത്തില്ല, നേരെ കൊള്ളത്തില്ല. പക്ഷെ എൻ്റെ ആവേശം ഇതുകൊണ്ടൊന്നും കെട്ടില്ല. ഞാൻ നേരെ എൻ്റെ ഓഫീസിൽ ഇതിലും കൂടുതൽ ആവേശത്തിലങ്ങ് പോയി. പിറ്റേ ദിവസം ഓഫീസിൽ ചെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? അപ്പം എൻ്റെ ആവേശം കണ്ടിട്ടാന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു, മാഡം കലക്കി, സൂപ്പർ, അസലായി. പക്ഷേ ഞാൻ കണ്ടില്ല. പിന്നെ നിങ്ങൾ ഈ കാലം മറുപടി പറയുക, ചുട്ട മറുപടി കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എവിടെ? ഇംഗ്ലീഷ് മീഡിയം പ്രോഡക്ട്സ് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഈ ചുട്ട മറുപടിയും കാലം മറുപടിയും നമ്മൾ ഈ ബസ്സിലൊക്കെ കയറത്തില്ലേ? അപ്പം ചില ഞരമ്പന്മാരില്ലേ, നമ്മളെ തോണ്ടുക, ഞോണ്ടുക, കണ്ണിൽ നിന്നും ലേസർ രശ്മികൾ വിട്ടുകൊണ്ട് നമ്മുടെ ശരീരഭാഗത്തിലൂടെ അങ്ങനെ ഉഴിച്ചിൽ നടത്തുക തുടങ്ങിയ ഓഞ്ഞ കലാപരിപാടികളൊക്കെ ചെയ്യുന്നവർ, അവർക്ക് നമ്മൾ കാലം മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞ് നോക്കി നിന്നിട്ട് കാര്യമുണ്ടോ? അപ്പം തന്നെ കൊടുത്തേക്കണം. ഇനി അതെങ്ങനെ പിള്ളേരെ, എങ്ങനെ അവരെ വശീകരിച്ച് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരണം. വേണമെങ്കിലേ ചതുരം, രതിനിർവേദം തുടങ്ങിയ സിനിമകളൊക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചോളുക. ഇവരെ നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിയുമ്പം നിങ്ങളുടെ കാലിൽ ആ പോയിൻ്റെ ഷൂ ഇല്ലേ, അത് വെച്ചങ്ങോട്ട് ഞെരടി 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 അങ്ങോട്ട് വിട്ടേക്കണം. അപ്പം കാലമല്ല മറുപടി പറയണ്ടേ, പിന്നെ ആരാ? നിങ്ങളുടെ കാല മറുപടി പറയണ്ടേ. അവിടെ കൊണ്ടൊരു കയ്യടി. ഇനി നിങ്ങൾ കയ്യടിച്ചില്ലെങ്കിൽ ഞാൻ കയ്യടിക്കും. ഈ മറുപടി ഞാൻ വന്ന് എൻ്റെ മോളോട് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അവളെ ചോദിക്കുക, അമ്മ അങ്ങനെയാണേലേ ഞങ്ങളിനി യാത്രയൊക്കെ പോകുമ്പം ഒരു ദോശക്കല്ലൂടെ കൊണ്ടുപോട്ടെ. ഞാൻ ചോദിച്ചാൽ എന്തിനാ മോളെ ദോശക്കല്ല്? അപ്പോൾ അവളുടെ മറുപടി കേൾക്കണോ? ഒരു ദോശക്കൽ കിട്ടിയിരുന്നെങ്കിൽ ചുട്ട മറുപടി കൊടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ കാലം മറുപടിയും ചുട്ട മറുപടിയും കഴിഞ്ഞു. ഇനിയും ചില വീരന്മാരുണ്ട്, അവർക്ക് എന്തു പറഞ്ഞാലും അപ്പം അബദ്ധമേ അവരുടെ വായിൽ നിന്ന് വരത്തുള്ളൂ. അതായത് എൻ്റെ ചേച്ചി കഴിഞ്ഞ ദിവസം റിട്ടയറായി. റിട്ടയർമെൻറ്റിൻ്റെ അന്ന് ചേച്ചി അങ്ങ് കട്ടക്കലിപ്പിലായിരുന്നു. ഒരു ഫംഗ്ഷനും വേണ്ടെന്ന് അങ്ങ് ഷഡിച്ചു. കാരണം എന്തെന്നാൽ ഉക്രൈൻ ഗാസ യുദ്ധമാണോ? ഞാൻ ചോദിക്കുകയാണ്. ഒന്നുമല്ല, ചേച്ചിക്ക് പ്രമോഷൻ കിട്ടിയില്ലായിരുന്നു. ചേച്ചി അങ്ങ് കട്ടക്കലിപ്പിൽ അവിടെ ഇരിക്കുക. അപ്പം വൈകുന്നേരം ആയപ്പോൾ പ്യൂൺ സണ്ണി അടുത്ത് വന്നു. ചേച്ചി കലിപ്പിൽ അങ്ങോട്ട് ചോദിച്ചു, എന്നാ? സണ്ണി പറഞ്ഞു, മാഡം ഒന്നും ധരിക്കല്ലേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇനി ചിലരാണ് വടി കൊടുത്ത് തടി മേടിച്ചേ പോകുള്ളൂ. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. എൻ്റെ അനിയന്, ഇവനാണെങ്കിൽ ഒരു ഓർഗാനിക് രോഗമാണ്. അവനാണെങ്കിൽ അതായത് കടയിൽ ചെന്ന് പഴം കണ്ടാൽ ചൂണ്ടിച്ചോടിക്കും, ഇത് ഓർഗാനിക്കാണോ? പച്ചക്കറി കണ്ടാൽ ചോദിക്കും, ഇത് ഓർഗാനിക്കാണോ? എന്ത് കണ്ടാലും ഓർഗാനിക്. അതുകൊണ്ട് അവൻ്റെ പേര് ഓർഗാനിക് ചന്ദ്രൻ. ഇവൻ കഴിഞ്ഞ ദിവസം മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയി. എന്നിട്ട് ഒരു പാക്കറ്റ് പാറ്റാഗുളി എടുത്തിട്ട് ചോദിക്കുക, ഇത് ഓർഗാനിക്കാണോ? അപ്പം കടക്കാരൻ പറഞ്ഞു, അല്ല സാർ, കുറച്ച് എലിവേഷം ഉണ്ട്, ഓർഗാനിക്, എടുക്കട്ടെ. പിന്നെ ചിലർ നമ്മുടെ ആക്കിയ മറുപടി പറയും. അതിൻ്റെ ഉസ്താദ് എൻ്റെ മോനാണ്. എനിക്കാണെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കറി വെക്കാനൊക്കെ കുറച്ച് മടിയാണ്. കുറച്ച് ഈ കൂട്ടാനൊക്കെ പെട്ടെന്ന് അങ്ങ് എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കും. രസമല്ലേ ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ സാമ്പാർ അങ്ങ് തട്ടിക്കൂട്ടി വെക്കും. തിങ്കളാഴ്ച പരിപ്പിട്ട സാമ്പാർ, ചൊവ്വാഴ്ച പരിപ്പിടാത്ത സാമ്പാർ, ബുധനാഴ്ച പുളിയിടാത്ത സാമ്പാർ, വ്യാഴാഴ്ച ഇതേ സാമ്പാർ അങ്ങ് തട്ടിക്കൊടുത്തു. എന്നിട്ട് മോനോട് ചോദിച്ചു, രസ്യൻ സാമ്പാറല്ലേ മോനെ? അപ്പം അവൻ്റെ മറുപടി, അമ്മ ഈ സാമ്പാറിൻ്റെ ഇനീഷ്യലാണോ രസ്യൻ? അപ്പം ഇനി ഒരു തമാശ പറയട്ടെ. അപ്പം ഇത്രയും നേരം പറഞ്ഞ ശോകമാണോന്നല്ലേ? അണ്ട് അവിടെ അതിനും കൈയടിക്കുന്നുണ്ട്. അതായത് എൻ്റെ നാത്തൂന് ഭയങ്കര തമാശക്കാരിയാന്നേ, നമ്മളെ താത്തയെ പോലെ. എൻ്റെ ആങ്ങള നാത്തൂനോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, കഴിഞ്ഞ ക്രിസ്മസ് വേളയിൽ, എടി നിനക്ക് ഈ മുന്തിരി വൈൻ ഒത്തിരി ഇഷ്ടമാണോ? അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് മുന്തിരി വൈനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഒന്നുകൂടി ഇഷ്ടം സണ്ണി വൈനാ. ഈ സണ്ണി വൈൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ എൻ്റെ അനിയത്തി ബിനിയുണ്ട്, അവനാണ് ഈ സണ്ണി വൈൻ്റെ ഭയങ്കര കട്ട ഫാനാണ് അവൾ പക്ഷെ ഒരു നിഷ്കളങ്കയാണ്. ഞങ്ങൾ ഈയിടെ ഒരു ധ്യാനത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ അച്ഛൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖകരമായി തോന്നിയ ഒരു അനുഭവം ഒന്ന് നിങ്ങൾക്കിവിടെ വർണ്ണിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അനിയത്തി മിനി ചാടി എഴുന്നേറ്റു. എൻ്റെ ഹൃദയം കിടന്ന് പട്ടപടാന്ന് അടിക്കാൻ തുടങ്ങി. കാരണം ഒന്നാമതേ ഇവളൊരു സ്വല്പം മെച്യൂരിറ്റി കുറവാണ്. ഇനി എൻ്റെ ഊള മറുപടിയാണോ വിളമ്പുന്നതെന്ന് ഓർത്ത് ഇവളെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അച്ഛോ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖം തോന്നിയ നിമിഷം, ആ നിമിഷം
ചെവിത്തോണ്ടി കൊണ്ട് ചെവിക്കായം തോണ്ടി എടുത്തപ്പോൾ സുഖം മാത്രമല്ല കുറച്ച് ആശ്വാസവും തോന്നി. ഇനി അവസാനമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്രേമാർദ്രമായ മറുപടിയും കൂടെ നിങ്ങളോട് പറയാൻ പോവാതെ പറ്റുമോ? അതെൻ്റെ കെട്ടിയോനിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ നമ്മൾ ഈ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പം ദൈവം അവിടെ ഒരു കസേരകൾ നടത്തുവാന്ന് വെച്ചോ, എന്നിട്ടൊരു ഓഫർ വെക്കുമോ ദൈവം, 1-2 സ്ഥാനക്കാരെ തിരിച്ച് പേരായിട്ട് ഭൂമിയിലേക്ക് വിടാവുന്ന, ചേട്ടൻ 1-ാം സ്ഥാനം, എനിക്ക് 2-ാം സ്ഥാനം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ചേട്ടൻ്റെ ഒരു മറുപടി? പുള്ളിയുടെ മുഖത്ത് ഒരു വികാരവും ഇല്ലായിരുന്നു, പുള്ളിക്ക് ഒരു സന്തോഷവും ഇല്ല. ഞാൻ ചോദിച്ചാൽ എന്താ ചേട്ടാ ഒരു സന്തോഷം ഇല്ലാത്തത്? 2-ാം സ്ഥാനത്ത് നീയല്ലേ, തീർന്നില്ലേ, നമുക്കങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു അതെന്നെ കേട്ടോ ആ മറുപടി അങ്ങ് പറഞ്ഞത്. നമ്മളൊരു 10-30 വർഷമായിട്ട് നല്ല റൊമാൻറ്റിക്കായിട്ടൊക്കെ അങ്ങനെ കഴിയുമല്ലേ. അപ്പം ഈ പുള്ളിയുടെ മേത്ത് ഉമ്മറ് കയറിയെന്നേ. എന്നിട്ടൊരു പറച്ചില്, മുളി ശോഭി, ഞാനൊരു വികാര ജീവിയാണ്, ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഈ പുള്ളിക്ക് നമ്മളൊരു മറുപടി കൊടുക്കണ്ടേ? ഞാൻ കൊടുത്തു. അന്ന് വൈകിട്ട് തന്നെ കുളിച്ച് ഒരുങ്ങി സുന്ദരിയായി മുല്ലപ്പൂവൊക്കെ അങ്ങ് ചൂടി, എന്നിട്ട് ലിപ്സ്റ്റിക്കും ഒക്കെ വെച്ചിട്ട് പുള്ളിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. നമ്മുടെ ഈ സ്പടികം സിനിമയിലെ ആടുതോമയുടെ മുമ്പിൽ നമ്മുടെ സ്മിതക്കുട്ടി നിന്ന പോലെ ആടിപ്പാടി അങ്ങ് തിമിർത്തു. എങ്ങനെയായിരുന്നു കാണുന്നു? ഏഴിമല പൂഞ്ചോല മാമലയ്ക്കു മണിമാല പുത്തഞ്ഞാറ്റുവേല കൊഞ്ചടി 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 മുത്ത. ചേട്ടായി ഇൻഹെയിലർ, ചേട്ടായി ഇൻഹെയിലർ. ഞാൻ ഇത്രയും കിടന്ന അണച്ച് പറിച്ചിട്ട് പുള്ളിയുടെ മുഖത്ത് ഒരു വികാരമില്ല. ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ ഈ കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്നേ? അപ്പം പുള്ളിയുടെ മറുപടി, നീ സിൽക്ക് സ്മിതയാണോ ആസ്മാസ്മിതയാണോ? തന്നെയല്ല, ഈ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി.